DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജസ്ഥാനും ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹൈദരാബാദ് ഒരു മിന്നൽ പ്രകടനം തന്നെയാണ് ബാറ്റിംഗിൽ കാഴ്ചവെച്ചത്. കാരണം അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് അത്രയും അത്രയും അപകടകാരികളായിട്ടുള്ള ബാറ്റേഴ്സാണ് അവരുടെ ലൈനപ്പിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചു. 286 അവർ ആദ്യ മത്സരത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു സ്കോറിലോട്ട് എത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 286 ഒരു 14 റൺസോടെ ഉണ്ടെങ്കിൽ 300 എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തിയേനെ. തീർച്ചയായിട്ടും അവർ തന്നെ ആയിരിക്കും ഒരു പക്ഷേ IPL ചരിത്രത്തിൽ തന്നെ 300 റൺസ് നേടുന്ന ടീമായിട്ട് മാറുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ് കാത്തിരുന്നതിന് നമുക്ക് കാണാം. അഭിഷേക് ശർമ്മ തുടക്കം നല്ലപോലെ തുടങ്ങിയെങ്കിലും വലിയൊരു ഇന്നിങ്സിലോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. 24 റൺസിന് പുറത്തായി. എങ്കിലും ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ ഇഷാൻ കിഷനോട് ചേർന്നിട്ട് അവരെ മുമ്പോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അറ്റാക്കിംഗ് മെന്റാലിറ്റിയോടെ തന്നെയാണ് ഇവർ രണ്ടുപേരും ബാറ്റ് ചെയ്തത്. എങ്കിലും നമുക്ക് അറ്റാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഹെഡും അഭിഷേകം കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആൾക്കാർ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷേ ഇഷാൻ കിഷൻ അങ്ങനെ ആയിരുന്നില്ല. അവരെക്കാളൊക്കെ മുകളിലായിട്ട് ഉള്ളൊരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. 47 ബോളിൽ 106 റൺസാണ്. 11 ഫോറുകളും 6 സിക്സറുകളും ഇഷാൻ കിഷൻ നേടി. അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡിയും അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 15 ബോളിൽ 30 റൺസ് എടുത്ത് പുറത്തായി. അവസാനം ക്ലാസിന് 14 ബോളിൽ 34 റൺസുമായിട്ട് കുറച്ച് റൺസ് അടിച്ച് ഉയർത്തി. അങ്ങനെ എല്ലാം കൊണ്ട് 286 റൺസാണ് ഹൈദരാബാദ് എടുത്തത്. രാജസ്ഥാന്റെ ബോളേഴ്സ് എല്ലാം നല്ല രീതിയിൽ തല്ലുകൊണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആർച്ചറാണ്. 4 ഓവറിൽ വിക്കറ്റ് ഒന്നും എടുക്കാണ്ട് 76 റൺസാണ് ഈ ആർച്ചർ വിട്ടുകൊടുത്തത്. അപ്പൊ അത് വലിയൊരു ഒരു കണക്ക് തന്നെയാണ്. കാരണം ആർച്ചറെ സംബന്ധിച്ച് അവരുടെ ഒരു സ്ട്രൈക്ക് ബോളറായിട്ട് കയറേണ്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ്. അപ്പം ആദ്യ മത്സരത്തിൽ തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് രാജസ്ഥാനെ സംബന്ധിച്ച് എങ്ങനെയാണ് മറ്റു കളികളിലെ അത് ബാധിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അപ്പൊ എന്തായാലും മറുപടി ബാറ്റിങ്ങിലൂടെ രാജസ്ഥാൻ അവരെ കൊണ്ടാവുന്ന പോലെ ശ്രമിച്ചു. അതിനകത്തൊന്നും പറയാനില്ല. അവർ ഏകദേശം 242 റൺസ് വരെ എത്തി. അതൊരു ചെറിയ കാര്യമല്ല ചേസ് ചെയ്യുമ്പം. ഒന്നാമത്തെ കാര്യം ഈ ഒരു ടാർഗറ്റിന്റെ ഒരു പ്രഷർ അവരുടെ ഉള്ളിൽ എല്ലാവരുടെടുത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ചലിപ്പിക്കണം എന്നുള്ളൊരു ഇത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് വിക്കറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകാൻ ഇടയായത്. സഞ്ജു സാംസന്റെ പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പവർ പ്ലേയിൽ അദ്ദേഹത്തിന്റെ ഒരു മികവ് വലുത് തന്നെയായിരുന്നു. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞപ്പം കുറച്ചൊന്ന് സ്ലോ ആയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കളിച്ചിട്ടുള്ള ധ്രുവ ജൂറലാണ് ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് ഞാൻ. കാരണം 35 ബോളിൽ 70 റൺസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തിനാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴും എന്തിനാണ് ഇത്രയും തുക എടുത്ത് ഇങ്ങനെ ഒരു ബാറ്ററെ ഇങ്ങനെ കൊട്ടി ഇടാനല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. അടുത്ത ബോൾ 6 ആയിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പം ധ്രുവ ജൂറലിന്റെ ആ ഒരു പ്രകടനം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഷിംറോൺ ഹെറ്റ്മെയറും അവസാനം തന്നെ കൊണ്ടാവുന്നത് പോലെ റൺസ് ഉയർത്തി. 23 ബോളിൽ 42 റൺസ് അദ്ദേഹവും നേടി. പിന്നെ ഈ ഹൈദരാബാദിന്റെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ബോളിങ് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യം തന്നെയാണ്. കാരണം ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാൻ ഉണ്ടായിട്ട് പോലും അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പന്തെറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 242 റൺസ് അവരെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഹൈദരാബാദിന്റെ ബോളിംഗ് സൈഡിനെ നമ്മൾക്ക് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അധികം വേറൊന്നും പറയാണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത മത്സരത്തിന്റെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും വീണ്ടും കാണും.